ദേശീയപാതയ്ക്ക് മുകളിൽ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന ഭീമൻ പാറക്കല്ലുകൾ ദുരന്ത ഭീഷണിയാവുന്നു. ഉരുൾപൊട്ടലിന് പിന്നാലെ റോഡിലേക്ക് വീണ കല്ലുകൾ നീക്കിയെങ്കിലും അപകടാവസ്ഥയിലുള്ള പാറകൾ ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. അടിയന്തര നടപടി വൈകിയാൽ യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുമെന്ന നാട്ടുകാരുടെയും യാത്രക്കാരുടെയും മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ച അടിമാലി കുമളി ദേശീയപാതയിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് മലമുകളിൽ നിന്ന് ഉരുണ്ടുവന്ന ഭീമൻ പാറക്കല്ലുകൾ ദേശീയപാതയിലേക്ക് പതിച്ചിരുന്നു. റോഡിലേക്ക് വീണ കല്ലുകൾ ഉടൻ നീക്കം ചെയ്തെങ്കിലും നിരവധി വലിയ പാറകൾ റോഡിന് തൊട്ടുമുകളിലുള്ള മൺതിട്ടയിൽ ബലം കുറഞ്ഞ മരങ്ങളിൽ തങ്ങി നിൽക്കുന്ന അപകടാവസ്ഥയിലാണ്. ഏത് നിമിഷവും ഇവ താഴേക്ക് പതിക്കാവുന്ന സാഹചര്യമാണുള്ളത്. അപകട ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ പാറകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നാട്ടുകാരും യാത്രക്കാരും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാനായ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംവിധാനവും ദേശീയപാത അതോറിറ്റി, ദേശീയപാത പരിപാലന വിഭാഗവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ ശനിയാഴ്ച ഉരുൾപൊട്ടുണ്ടായ സ്ഥലമാണിത്. അപ്പം കീർത്തോട്ടിൽ നിന്ന് പകുതിപ്പാലം പോകുന്ന വഴിക്കാണ് 155 ദേശീയപാതയിലാണ് ഈ ഉരുൾപൊട്ടുണ്ടായിരിക്കുന്നത്. ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി കല്ലുകളാണ് ഇനി ഒഴുകി വന്ന് അല്ലെങ്കിൽ ഒരു ഉരുൾ വന്ന് ഈ റോഡിലേക്ക് ചാടാൻ വേണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളമായിട്ടുള്ള വാഹനങ്ങളിലൂടെ രാപ്പകലില്ലാതെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ടോപ്പിലുള്ള കല്ലുകളെ എത്രയും പെട്ടെന്ന് പൊട്ടിച്ച് നീക്കിക്കൊണ്ട് യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ ജീവിക്കുന്ന ആളുകൾക്കൊക്കെ സുരക്ഷിതമായ ഒരു ക്രമീകരണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യമാണ് അപേക്ഷിക്കുന്നത്. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ മരങ്ങളിൽ തിങ്ങി നിൽക്കുന്ന പാറകൾ വീണ്ടും താഴേക്ക് പതിച്ചാൽ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെ ജീവന് ഗുരുതര ഭീഷണിയുണ്ടാകുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വലിയ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് അപകടാവസ്ഥയിലുള്ള പാറകൾ നീക്കം ചെയ്ത് ദേശീയപാത സുരക്ഷിതമാക്കണമെന്ന ശക്തമായ ആവശ്യം ഉയരുകയാണ്. സിറ്റി വിഷൻ, ഇടുക്കി.